ഹലോ ഓൾ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബ്രോക്കലി മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 2 മീഡിയം സൈസ് ഹെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3 പച്ചമുളക് 2ആയി കീറിയത്, മീഡിയം സൈസ് ഉള്ളി ഒരെണ്ണം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത് 2 മീഡിയം സൈസ് ഹെഡിൽ നിന്ന് ഞാൻ ഫ്ലോററ്റ്സ് മാത്രം വെട്ടിയത് ആണ്. ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 10 മിനിറ്റ് വെച്ചിട്ടാണ് ഇത് ഞാൻ കഴുകിയെടുത്തേക്കുന്നത്. ഇത് ഇനിയും അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞെടുക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോണേ, വളരെ കട്ടി കുറച്ചുമല്ല എന്നാൽ കട്ടി കൂട്ടിയും അല്ല അരിയുന്നത്. ഒരു ഫ്ലോററ്റ്സ് കണ്ട് അരിഞ്ഞപ്പോൾ കണ്ട് ഇത്ര കഷ്ണം കിട്ടി. നമുക്കത് വലിയ കട്ടിയായിട്ടല്ല ഞാൻ അരിഞ്ഞേക്കുന്നത്. ഇതുപോലെ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം. ഇത് മുഴുവനും അരിഞ്ഞാണ്. ഇത് ഏകദേശം ഒരു 3 കപ്പ് വരുമായിരിക്കും. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോണേ. കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കലിയും ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രോക്കലി വളരെ നല്ലൊരു പച്ചക്കറിയാണ്. മറ്റുള്ള വെജിറ്റബിൾസ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്താൽ പ്രോട്ടീൻ ആൻഡ് ഫൈബർ കൂടുതലുള്ള ഒരു പച്ചക്കറിയാണിത്. ഇത് മെഴുക്കുവരട്ടി എല്ലാവരും കഴിച്ചു നോക്കണം, ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ. ഒരുപാട് ഇതങ്ങോട്ട് വേവിച്ചിട്ട് അങ്ങ് സോഫ്റ്റ് ആക്കത്തില്ല. കുറച്ച് നേരം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പച്ചക്കറിയാണ്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. തീ ലോ ആക്കാനും മറക്കണ്ട അടച്ചു വെച്ച് കഴിഞ്ഞിട്ട്. ഇതിപ്പം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അടച്ചു വെച്ചിട്ട്. ഇനിയും തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം, ഒരു 4-5 മിനിറ്റോളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ മറക്കണ്ട. ഇത് ഏകദേശം ശരിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം.